എനിക്കിന്ന് പറയാനുള്ളത് വളരെ നിഷ്കർഷവും വേദനാജനകവുമായ എൻ്റെ ജീവിതത്തിലെ കഥയാണ്. അടിച്ച് പൊളിച്ച് ജീവിക്കേണ്ട കാലഘട്ടത്തിൽ പീഡനങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ കുഞ്ഞാടിൻ്റെ കഥ പിന്നീട് ഞാനാണ്. ഈ കഥയിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികമല്ല. ഇതിൽ ജീവിച്ചിരിക്കുന്നവരും ആയി വളരെ സാമ്യവുമുണ്ട്. പോന്നപ്പോട്ടാറ് സ്കൂളിൻ്റെ പേര് വ്യക്തമാക്കിയില്ലെങ്കിലും എനിക്ക് ആ സ്കൂളിനെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഓർക്കുമ്പോൾ ഞാൻ +1 പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ബുക്കൊക്കെ വായിക്കുകയും ഇംഗ്ലീഷ് നല്ല രീതിയിൽ ബുക്കൊക്കെ വായിക്കുകയും കഥകൾ എഴുതുകയും എല്ലാം ചെയ്തിരുന്ന ഒരു കുട്ടിയായിരുന്നു ഞാൻ. ആരാവുന്നതായിരുന്നു എന്താണെങ്കിലും +1 നിങ്ങളെൻ്റെ കഥ കേട്ടിട്ട് നിങ്ങൾ പറ മനുഷ്യരെ, നിങ്ങൾ പറ. ഞാൻ +1 പഠിച്ച സമയത്ത് സ്കൂളിൽ സ്റ്റോറി റൈറ്റിംഗ് കോമ്പറ്റീഷന് ഫസ്റ്റ്, സബ് ഡിസ്ട്രിക്റ്റിന് ഫസ്റ്റ്. ഇത്ര കോൺഫിഡൻസോട് പറയുന്നതിനാണെന്നറിയാവോ? ആരെങ്കിലും പ്രൂഫ് ചോദിച്ചാലും നീ സർട്ടിഫിക്കറ്റ് പൊടി പിടിച്ചിരിപ്പുണ്ട്. ഡിസ്ട്രിക്റ്റിൽ പോയപ്പോൾ 2ോ 3ോ എന്തോ ആയതുകൊണ്ട് സ്റ്റേറ്റ് ലെവലിൽ പോകാൻ പറ്റിയില്ല. എന്നാലും അതൊരു കഴിവല്ലേ. പിന്നെ +1 ചെന്നപ്പം അവിടെ ഓടാൻ കഴിവുള്ള പിള്ളേരില്ലാത്തതാണോ അതോ എനിക്ക് പെട്ടെന്ന് കഴിവ് കൂടിയതാണോ എന്ന് എനിക്കറിയത്തില്ല. എന്താണെങ്കിലും +1 അവിടെ സ്പോർട്സിൽ ഫീമെയിൽ സൈഡിൽ ചാമ്പ്യൻഷിപ്പ്, പിന്നെ പ്രസംഗത്തിന് എപ്പോഴും ഫസ്റ്റ്, പിന്നെ എന്തുവാ മോണോആക്ടിന് എപ്പോഴും ഫസ്റ്റ്. ഇത്രയും ഉണ്ടായിരുന്ന എന്നെ കേവലം സ്കൂളിൽ വരുന്നത് പഠിക്കാനാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഭാവി തല്ലിക്കെടുത്തിയ എങ്ങനെ ഞാൻ പറയാതിരിക്കും? ഞാനൊരു കാര്യം പറയട്ടെ. ഞാനിപ്പം അവരെ എന്നോട് ആ ചതി ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ മാതാപിതാക്കളൊന്നും ആകും എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാവോ, ഞാൻ പഠിക്കത്തില്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് +2 തന്നെ ഈ പറഞ്ഞ സംഭവത്തിൽ ഒന്നും ചേർന്നില്ല. എങ്കിലും ഞാൻ നുഴഞ്ഞു കയറി സ്റ്റോറി റൈറ്റിങ്ങിന് എഴുതി. 3rd പോലും കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഞാൻ ഒരാളോട് വഴി അന്വേഷിച്ചപ്പം എൻ്റെ ആ സ്റ്റോറി പോലും വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. ബസ് വരുന്നൊന്നും പറയും രക്തം തിളയ്ക്കുന്നുണ്ട്. രക്തം തിളച്ച് ആവുന്ന ബസ്സിൽ പോയി അടുത്ത ബസ്സിലാണ് കയറിയത്. അപ്പം ചമ്മിയതുകൊണ്ട് ഇച്ചിരി രക്തം തിളയ്ക്കുന്ന കുറവുണ്ട്. എന്താണെങ്കിലും ഞാൻ 3rd പോലും കിട്ടിയില്ല എന്ന് പറയുന്നത് +2 കേട്ടോ. +2 ഞാൻ പോയി സ്റ്റോറി എഴുതി, പക്ഷെ എനിക്ക് 3rd പോലും കിട്ടിയില്ല. പ്രൈസിലല്ല കാര്യം, എനിക്കറിയാം. പക്ഷേ എന്നോട് ഞാൻ ഇച്ചിരി കൂത്തായിരുന്ന ഒരു ആൾ വഴി ഞാൻ അറിഞ്ഞു എൻ്റെ സ്റ്റോറി ആ പ്രാവശ്യം വായിച്ചു പോലുമില്ല. അതായത് ഞാൻ മണ്ടിയെ പോലെ കോമ്പറ്റീഷന് ചേർന്നെന്ന് മാത്രമേ ഉള്ളൂ, അസിസ്റ്റ് ചെയ്തിട്ടില്ല എൻ്റെ സ്റ്റോറി. അപ്പം എനിക്ക് ചെന്ന് എല്ലാം അറിഞ്ഞ് ചോദിക്കുന്നൊരു സ്വഭാവം അന്ന് ഈ രക്തത്തിളപ്പുള്ളതായതുകൊണ്ട് ഞാൻ ഈ സാറിനോട് ചോദിച്ചു, സാറേ എൻ്റെ സ്റ്റോറി എന്നാ വായിക്കാനേ? ഞാൻ കഴിഞ്ഞ തവണ ഈ സ്കൂളിന് വേണ്ടി ഡിസ്ട്രിക്ട് ലെവൽ വരെ പോയതല്ലേ നിമിഷപ്പം. ആ സാർ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞതയോ, ആദ്യം നീ പഠിച്ച് മാർക്ക് മേടിക്കടി, എന്നിട്ട് നീ അതൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ല. ഈ സെൻറ്റൻസ് തന്നെയാണ് ഉപയോഗിച്ചത്. അവിടെ പഠിച്ച ബാക്കി കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, നമ്മൾ ഇത്ര വാക്കുകളൊക്കെ ഉപയോഗിക്കാൻ പഠിച്ചത് ആ സ്കൂളിൽ നിന്നാണ്. എന്നിട്ട് അടുത്ത ആ വർഷത്തെ സ്പോർട്സ് വന്നു. സ്പോർട്സിൻ്റെ സമയത്ത് പേര് കൊടുക്കാനുള്ള ഇത് വന്നപ്പം പരാന്തരം സാറ് പിന്നെ എന്നോട് പറഞ്ഞു, ഇപ്രാവശ്യം തൻ്റെ പേര് സ്പോർട്സിന് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അയന്നാ സാറ് എന്നെ പറഞ്ഞു, കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിൻ്റെ മാർക്ക് എത്ര? ആദ്യം 2 വിഷയത്തിനെങ്കിലും ജയിക്കേ, എന്നിട്ട് തുള്ളത്തം മതി, ഇളകി നടക്കാതെ എന്നൊക്കെ പറഞ്ഞു. കുറേ ഇതൊന്നും ഞാൻ കയ്യിൽ നിന്നല്ല. ഇപ്പം സത്യമായിട്ടൊരു 16 വയസ്സുള്ളപ്പം ഒരു സാറിനോട് പറഞ്ഞു വർത്താനാ. സത്യം പറഞ്ഞാൽ ഞാൻ ആ സ്പോർട്സിൻ്റെ ഒക്കെ സമയത്ത് സ്കൂളിൽ പോയില്ല. ഞാൻ വീട്ടിൽ കുത്തിയിട്ട് കരച്ചിലായിരുന്നു. ഞാൻ ആകെ പറയാൻ ആഗ്രഹിക്കുന്നത്, എനിക്കിപ്പം 10 വർഷം മുന്നോട്ട് പോയി ഇപ്പോൾ ഫസ്റ്റ് നടക്കുന്ന കാര്യമൊന്നും അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്നതിൽ
ഒരു ആൾക്കാരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പം നിങ്ങൾക്ക് തോന്നണം ഈ 10-16 വയസ്സുള്ള പിള്ളേരുടെ 10-16 ഒരു പിള്ളേർക്കും 100 പിള്ളേരിൽ 100 പേർക്കും പഠിക്കാനുള്ള കഴിവ് വ്യത്യാസം. പക്ഷേ ഉണ്ടല്ലോ അവർക്ക് എന്തായാലും ഒരു കഴിവ് കാണും. അത് ദൈവത്തെ ഓർത്ത് പഠിക്കാൻ മണ്ടരാന്നും പറഞ്ഞ് നിങ്ങൾ തല്ലിക്കെടുത്തരുത്. ഇപ്പോഴത്തെ പിള്ളേരോട് വല്ലോ സാറ് തിരക്കിയെങ്കിൽ സ്കൂളും സാറിനെയും ലൈവ് ഇട്ടവർ നശിപ്പിച്ചേര്. പക്ഷെ ആ പ്രായത്തിൽ വല്ലോ സസ്പെൻഷനോ ടീച്ചോ കിട്ടിയ വേറെ സ്കൂളിൽ പോയി പരീക്ഷ എഴുതി കയറാനുള്ള ബുദ്ധിയില്ലെന്നറിയാവുന്നതുകൊണ്ട് നമ്മളൊക്കെ എല്ലാം സഹിച്ചു. ഇപ്പം രക്തത്തിന് കുറച്ചൊരു തവറ്റിൽ കുറവുണ്ട്. പക്ഷേ ഇതെന്റെ സങ്കടമല്ല, എൻ്റെ രോദനമാണോ എന്നല്ല എനിക്ക് അറിയത്തില്ല. എനിക്കങ്ങോട്ട് തോയ്യാൻ പോട്ട വഴി കൂടെ അലച്ചോണ്ട് പോയിട്ട് നാട്ടുകാരി കൂടെ ഇറക്കും പറ്റ. ഞാൻ ഇടാൻ പറ്റ ആ സ്കൂളിലൊക്കെ പഠിച്ചതിലുണ്ടല്ലോ 50 പിള്ളേരുണ്ടെങ്കിൽ ക്ലാസ്സിൽ ഞാൻ ഈ 50 പേരോടൊന്നും മിണ്ടിയിട്ട് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പേടിയായിരുന്നു. ജയിലിൽ ജീവിക്കുന്ന പോലെ നിങ്ങളെ ഒക്കെ മക്കളൊക്കെ ഈ അവസ്ഥയിൽ കൂടെ ആണോ പോകുന്നതെന്ന് ചോദിക്കണത്. പിന്നെ എനിക്ക് കുറച്ച് ഭേദം വന്ന എപ്പോഴാന്ന് വെച്ചാൽ ഞാൻ ഒട്ടും സഹിക്കാതെ വന്നപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന് എൻ്റെ അപ്പനും കൂടെ ഒന്നൊരു കാര്യം പറഞ്ഞു. എൻ്റെ അമ്മ സ്കൂളിലോട്ടൊരു വരവ് വന്നു. അത് പിന്നെ എനിക്ക് കുറച്ചൊക്കെ ഒരു അയവ് കിട്ടി സ്കൂളിൽ. കാരണം കണക്കിന് കിട്ടിയായിരുന്നു. ഇത് വലിയ ഇതായിട്ട് സംഭവമായിട്ട് പറയുന്നൊന്നുമല്ല. ഞാൻ പറയുന്നത് നമ്മളെയൊക്കെ ഉണ്ടല്ലോ ചൈൽഡ്ഹുഡിൻ്റെ ഒരു ട്രോമയാണ് ഇതൊക്കെ. അത് നമ്മളെ ഗൈഡ് ചെയ്യേണ്ടവർ തന്നെ നമ്മുടെ ഉള്ള കലാവാസനയും കൂടെ തല്ലിക്കെടുത്തുന്നു. എന്നെ പറഞ്ഞ് നിർത്തണമെന്നാലും അറിയത്തില്ല. ഞാൻ രക്തം തിളച്ചുവാണല്ലോ. പിന്നറായോണ്ട് തിളച്ചിൻ്റെ രക്തം അപ്പാപ്പ് കട്ട പിടിച്ചും പോവാ. അപ്പം അത്രയേ ഉള്ളൂ. ഞാനിപ്പം മുമ്പത്തെ വീഡിയോ ഇട്ട് ഒരു സ്കൂളിലെയോ ടീച്ചറിനെയോ ഒന്നും കരിവാരി തേക്കാനല്ല ഉദ്ദേശിക്കുന്നത്. എന്നാലും ഞാൻ പറയുകയാണ്, ദൈവത്തെ ഓർത്ത് എനിക്കൊക്കെ പറ്റുമല്ലേ വേറെ പിള്ളേർക്ക് പറ്റരുതെന്ന് ഓർത്ത് പറയുന്നതാണ്. എനിക്ക് ആരെയും കരിവാരി തേക്കണമെന്ന് ഉദ്ദേശമില്ല. ആരുടെയും ഈ പേരെ നശിപ്പിക്കണമെന്ന് ഉദ്ദേശമില്ല. ഒന്നും ഉദ്ദേശമില്ല. പക്ഷേ പറയട്ടെ, എന്തോ ഇനി പഠിക്കാൻ മണ്ടിയായിരുന്നെങ്കിലും എനിക്ക് ഞാൻ യൂസ്ലെസ് അല്ല എന്ന് തോന്നാതിരിക്കാനുള്ള കാരണങ്ങളല്ലേ നിങ്ങൾ ശരിക്കും തല്ലിക്കെടുത്തിയത് അല്ലേ? ഈ +2 ഞാൻ ഒന്നിനും ചേരാതിരുന്ന ഈ സമയത്ത് പഠിക്കാനും കൊള്ളത്തില്ല, വേറൊന്നിനും കൊള്ളത്തില്ല. സ്വന്തമായിട്ട് ആം എ യൂസ്ലെസ് എന്ന് ഞാൻ തന്നെ എന്നെ മുദ്ര കുത്തിച്ചത്, അതിലൊരു പങ്ക് വഹിച്ചത് ഇവരല്ലേ? ഏതാ കൂടെ നിന്ന് പ്രോത്സാഹിപ്പിക്കേണ്ടവർ? പറഞ്ഞിട്ട് കാര്യം ഇപ്പം 29 വയസ്സായി. ഇപ്പൊ കടമ പ്രതികരിച്ചിട്ട് കാര്യമില്ലല്ലോ. അത് താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു നല്ല ആശ്വാസം കിട്ടണം. ബൈ.